മലയോര പ്രദേശങ്ങളുടെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മലയോര ഹൈവേ ആദ്യ റീച്ച് കോഴിക്കോട് കൂടരഞ്ഞിയിൽ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. 1944 മുതൽ ഇവിടെ കുടിയേറ്റം ആരംഭിച്ചതിന് ശേഷം ദുർഘടമായ പാതകളായിരുന്നു ഈ മേഖലയിലെല്ലാം ഉണ്ടായിരുന്നത്. കുറഞ്ഞ കാലം മുമ്പ് വരെ നല്ല റോഡിൻ്റെ അപര്യാപ്തത മൂലം വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നാടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അതായത് തെങ്ങ്, കവുങ്ങ് മുതലായുള്ള കൃഷി എല്ലാം നശിച്ച് ആളുകൾ ജീവിക്കാൻ വലിയ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. മലയോരവാസികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുന്ന ഈ സമയത്ത് ഈ പാതയുടെ കടന്നുവരവോടുകൂടി, ഈ മലയോര ഹൈവേയുടെ കടന്നുവരവ് അവരുടെ പ്രദേശങ്ങളെല്ലാം വലിയൊരു വികസനത്തിൻ്റെ ഒരു കേളികൊട്ട് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. നാട്ടുകാരൻ നിലയ്ക്ക് യാത്രാ സൗകര്യം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇവിടുന്ന് ഷോർട്ട് നിലമ്പൂർ അങ്ങനെ ചാടി നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ വയനാട് വരെ നമുക്ക് പോകാം. സൗകര്യമാണ്. യാത്ര ഭയങ്കര. ഇവിടുന്ന് താമരശ്ശേരി ചുറ്റി പോകുന്നതിൻ്റെ 4 സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് അടിവാരത്തല്ല ചിപ്പിലത്തോടെത്താം. എല്ലാവരുടെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ മലയോര ഹൈവേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തിന് ശേഷം ടൂറിസം രംഗത്ത് കക്കാടംപൊയിൽ ഭാഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പല സ്ഥാപനങ്ങളും ഈ മലയോര ഹൈവേയുടെ ഭാഗമായി ഈ മലയോര ഹൈവേയുടെ ഇരുവശങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി വരാനും പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മലയോര ഹൈവേയുടെ പ്രവൃത്തി ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം 100% വിജയകരമാണ്. നാടിൻ്റെ നന്മയ്ക്ക്, നാടിൻ്റെ വികസനത്തിന് ഏറ്റവും ആദ്യം വേണ്ടതാണ് വഴിയെന്ന് പറഞ്ഞത്. അതിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു നല്ലൊരു വഴിയും നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ബന്ധിപ്പിക്കുന്ന ഈ നല്ലൊരു റോഡ് നമ്മുടെ ഈ നാട്ടിൽ കൂടെ പോകുമ്പോൾ അത് നമ്മുടെ നാടിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നാട് വികസിക്കും. പ്രയോജനം നാട്ടുകാർക്കൊക്കെ വലിയ മെച്ചം തന്നെയാണ്. പിന്നെ അതിനെ ഉത്സാഹിച്ച എല്ലാവരെയും ഇതുകൊണ്ട് മെച്ചം കൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചമുള്ള റോഡാണ്. പ്രൈസ് ചെയ്തതിനെ കൊണ്ടും എത്ര ലോഡ് കയറിപ്പോയാലും കുഴപ്പമില്ലാത്ത റോഡായിട്ടാണ് കാണുന്നത്.